ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കത്തോലിക്ക എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് പുലർത്തുന്ന ഇരട്ടത്താപ്പിനും നീതി നിഷേധത്തിനുമെതിരെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ ധർണ ഓഗസ്റ്റ് 23 ശനിയാഴ്ച കോട്ടയം കളക്ട്രേറ്റിന് മുന്നിൽ നടക്കുമെന്ന് സംസ്ഥാന സമിതി ഭാരവാഹികൾ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമരത്തിൽ ചങ്ങനാശ്ശേരി, പാല, വിജയപുരം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം എന്നീ രൂപതകളിലെ 4000-ലധികം വരുന്ന അധ്യാപകർ പങ്കെടുത്ത് പ്രതിഷേധമറിയിക്കും. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കത്തോലിക്ക എയ്ഡഡ് മേഖലയിലെ അധ്യാപകരോട് പുലർത്തുന്ന ഇരട്ടത്താപ്പിനും നീതി നിഷേധത്തിനുമെതിരെ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംഘടിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രതിഷേധ മാർച്ചും ധർണയും 2025 ഓഗസ്റ്റ് 23 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗാന്ധി സ്ക്വയറിൽ ആരംഭിച്ച് കോട്ടയം കളക്ട്രേറ്റിന് മുന്നിൽ ധർണയോടെ നടക്കും. 2018 മുതൽ സ്ഥിര നിയമന അംഗീകാരമില്ലാതെ ആയിരക്കണക്കിന് അധ്യാപകരാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന എയ്ഡഡ് മേഖലയെ പാടെ തകർക്കുന്ന സർക്കാർ നയത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ മുന്നറിയിപ്പ് സമരമെന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമിതി പ്രസിഡന്റ് ടോം മാത്യു വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളമാക്കി മാറ്റിയത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ മുന്നേറ്റങ്ങളാണ്. തീർച്ചയായിട്ടും അതിന് നേതൃത്വം വഹിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന വലിയ സേവനങ്ങളെയും വിലമതിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു കോടതി വിധി NSSന് അനുകൂലമായ ഉത്തരവ് ഓൾറെഡി വന്നു കഴിഞ്ഞു. അവിടുത്തെ അധ്യാപകർക്ക് നിയമന അംഗീകാരം കിട്ടുകയും ശമ്പളം കിട്ടുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പോലും ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഒരു ഇരട്ട നീതി പുലർത്തിക്കൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു തുല്യനീതി എന്നുള്ള വലിയ ഭരണഘടനാപരമായ ഒരു നിഷേധമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് കേരളം മുഴുവനും അതിന്റെ അലയൊലികൾ ഉയർന്നു കഴിഞ്ഞു. അടുത്ത ഈ സെപ്റ്റംബർ 26-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 32 രൂപതകളിലെ മുഴുവനും അധ്യാപകർ അണിനിരന്നുകൊണ്ട് ഉള്ള പിതാക്കന്മാരുൾപ്പെടെ വന്നുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധ പരിപാടി നമ്മൾ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുപ്രീംകോടതി ഉത്തരവും 4 മാസത്തിനകം പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന ഹൈക്കോടതി വിധികളും കാറ്റിൽ പറത്തുന്ന സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ കോട്ടയത്തെ 5 കത്തോലിക്ക രൂപത മാനേജ്മെന്റുകളിലെ അധ്യാപകർ സംഘടിപ്പിക്കുന്നതാണ് ഈ അവകാശ സമരമെന്നും സമരത്തിൽ ചങ്ങനാശ്ശേരി, പാല, വിജയപുരം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം എന്നീ രൂപതകളിലെ 4000-ലധികം വരുന്ന അധ്യാപകർ പങ്കെടുത്ത് പ്രതിഷേധമറിയിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. 2025 സെപ്റ്റംബർ 26-ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ കേരളത്തിലെ 32 രൂപതകളിലെയും അധ്യാപകർ ചേർന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ നേതൃത്വത്തിൽ സമരപ്രഖ്യാപനം നടത്തും. അതേസമയം മനുഷ്യാവകാശ വിരുദ്ധമായി 17,000-ഓളം അധ്യാപകരുടെ നീതി നിഷേധിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിവേരിറക്കുന്ന സർക്കാർ നിലപാടിനെതിരെയുള്ള ഈ ധർമ്മസമരത്തിന് കക്ഷി രാഷ്ട്രീയാതീതമായി എല്ലാ ജനനേതാക്കളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയും സഹായവും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയം, പാല, വിജയപുരം രൂപതകളുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസീസ് ഓഫ് സ്കൂൾ മാനേജർമാരായ ഫാദർ ഡൊമിനിക് ആയിലുപറമ്പിൽ, ഫാദർ ആന്റണി മൂലയിൽ, ഫാദർ തോമസ് പുതിയകുന്നിൽ, ഫാദർ ജോർജ് പുല്ലുകാലായിൽ, ഫാദർ ആന്റണി പാട്ടപ്പറമ്പിൽ, ടീച്ചേഴ്സ് ഗിൽഡ് രൂപതാ പ്രസിഡന്റുമാരായ ബിജു VM, വിൻസെന്റ് ജോർജ്, സുജി പുല്ലുകാട്ട്, ജോബി വർഗീസ്, ഈശോ തോമസ്, സംസ്ഥാന സെക്രട്ടറി ഷൈനി കുര്യാക്കോസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഷെക്കനാനൂസ്, കോട്ടയം.